അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അവരുടെ ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ, അതായത് NCD വഴി 5000 കോടി രൂപ സമാഹരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വാർത്ത. അത് ജാസ്മിൻ, അത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. വെറും ഒരു 5000 കോടി റേസ് ചെയ്യണല്ല അതിൻ്റെ അകത്ത്. അതായത് ഈ അഡാനി പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫാബുലസ് ആയിട്ടുള്ള കമ്പനിയാണ് അല്ലെ. ഇപ്പൊ NCD എന്ന് പറയുമ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ 5000 കോടിയാണ് അവർ റേസ് ചെയ്യണത്. ഏതാണ്ട് 15 ഇയർ കൂപ്പൺ റേറ്റ് 7.7 അല്ലെങ്കിൽ 7.75 എങ്ങാണ്ടാണ് കൂപ്പൺ റേറ്റ് പറഞ്ഞേക്കണേന്ന് അല്ലെ. ഇപ്പോ അവരുടെ ലാർജസ്റ്റ് റുപ്പി ഡിനോമിനേറ്റഡ് ഡെപ്റ്റ് ആണ്. അതായത് NCD എന്ന് പറഞ്ഞ ഡെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അഡാനി പോർട്ടിന് നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോൾ വിഴിഞ്ഞത്ത് അഡാനി പോർട്ട് വന്നല്ലോ, അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാവും. ഒന്നത് മേ ബി അവർക്ക് കുറച്ച് ഡെപ്റ്റ് കുറയ്ക്കണം. അവർ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഫണ്ട് വേണം. എന്തിനൊക്കെയാണ് ഫണ്ട് വേണ്ടത്? ഒന്നെന്ന് പറയുന്നത് അവർക്ക് എക്സ്പാൻഷൻ ഉണ്ട്, കമ്പനിയുടെ ഒരു എക്സ്പാൻഷൻ, ജനറൽ എക്സ്പാൻഷൻ. രണ്ടാമത് അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ഡെപ്റ്റ് ഒന്ന് കുറച്ച് കുറയ്ക്കണം. അതായത് കോസ്റ്റ് കൂടിയ ഡെപ്റ്റ് കിടപ്പുണ്ട്. ഈ കോസ്റ്റ് കൂടിയ ഡെപ്റ്റിനെ നമ്മൾ കുറയ്ക്കണമെങ്കിൽ കോസ്റ്റ് കുറഞ്ഞ ഡെപ്റ്റ് വേണം. ഇതാണ് അവർ പറയുന്നത്. കോസ്റ്റ് കുറഞ്ഞ, ഇപ്പൊ ഒരു ഉദാഹരണം വിചാരിക്കും, ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ ഒരു 10% ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒരു ലോൺ ഉണ്ടെന്ന് വെക്കുക. 10% നമ്മൾ പേ ചെയ്യുന്നു. വേറെ എവിടെന്നെങ്കിലും നമുക്കൊരു 5% ലോൺ കിട്ടുന്നെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് ഈ 10% ലോൺ പേ ചെയ്യുന്നത് നമുക്കൊരു 5% ലാഭമല്ലേ. ആ ഒരു രീതിയാണ് ഈ അഡാനി പറഞ്ഞത്, ഞങ്ങൾക്ക് ലോ കോസ്റ്റ് ഒരു ലോൺ വേണം, പഴയ ലോണൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ. മൂന്നാമത് അവർ ഓപ്പറേഷണൽ എക്സ്പെൻസസ്. ഈ 3 ആവശ്യങ്ങൾക്കാണ് അവർക്ക് കുറച്ച് ഫണ്ട് വേണ്ടത്. അത് 5000 കോടിയാണ്. അവർ തീരുമാനിച്ചു NCD വഴി പോയാൽ മതി. ആ NCD എന്ന് പറഞ്ഞാൽ 15 കൊല്ലത്തെ NCD നമുക്ക് ആൾക്കാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാളിഫൈഡ് ബയേഴ്സിനാണ് കേട്ടോ കൊടുക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ആരാന്ന് നമുക്ക് അറിയില്ല. 7.7% to 7.75% വരെ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത നമ്മൾ എന്തുകൊണ്ട് ഇതിനെ എടുത്ത് പറയണമെന്നറിയോ? ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഡെപ്റ്റ് കുറയ്ക്കാനോ എക്സ്പാൻഷനോ ഓപ്പറേഷണൽ എക്സ്പെൻസ് ആയിട്ടോ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇക്വിറ്റി റേസ് ചെയ്യണം. ഇക്വിറ്റി റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് എടുക്കുക. അത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വഴിയോ നമുക്ക് ചെയ്യാം അല്ലെ. അങ്ങനെയാണല്ലോ IPO ഒക്കെ കമ്പനികൾ വരുന്നത്. അതൊന്ന്. രണ്ടാമത്തെ മാർഗം എന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. റൈറ്റ്. മൂന്നാമത്തതാണ് ഈ NCD എന്ന് പറയുന്നത്. ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇപ്പൊ ഷെയർ നമ്മൾ ഡൈല്യൂട്ട് ചെയ്താലുള്ള ഒരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനി 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ 10 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. അതായത് ടെക്സ്റ്റ് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയുടെ 10 രൂപ വെച്ച് കിട്ടും. നമ്മൾ 10 പേരുണ്ടെങ്കിൽ കമ്പനി ഇതിന്റെ ഇക്വിറ്റി ബേസ്, ഷെയർ ഹോൾഡർ ബേസ് ഇൻക്രീസ് ചെയ്യണമെങ്കിലോ പ്രോഫിറ്റ് അതേപോലെ തന്നെ നിൽക്കും 100. ഈ 10 എന്നുള്ളത് നമ്മൾ 20 ആയി കഴിഞ്ഞാൽ നമുക്ക് 5 വെച്ചേ കിട്ടുള്ളൂ. 10 കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 5. അപ്പൊ ഇക്വിറ്റി ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡാനി ഇവിടെ അത് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിന് ചേഞ്ച് വരുന്നില്ല, ഏർണിംഗ്സ് പെർ ഷെയറിന് ചേഞ്ച് വരുന്നില്ല, കമ്പനിയുടെ ഏർണിംഗ്സ് ഡൈല്യൂട്ട് ആവുന്നില്ല. റൈറ്റ്. പിന്നെ രണ്ടാമത് അവരുടെ കയ്യിലുള്ള ഡെപ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് എടുത്ത ഡെപ്റ്റ് ആണെങ്കിൽ 12%, 13%-ത്തിനാണ് കോർപ്പറേറ്റ് ഡെപ്റ്റ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഡെപ്റ്റ് ഈസ് വെരി കോസ്റ്റ്ലി അല്ലെ. ആ ഡെപ്റ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോ NCDക്ക് 7.75% റേസ് ചെയ്യണത്. അപ്പൊ അതൊരു വളരെ ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയില്ലേ, ഗുഡ് മാനേജ്മെന്റ്സ് ആർ ഗ്രേറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ്. ആ ഗ്രേറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റർ, അത് ക്യാപിറ്റൽ ആയാലും ശരി ഡെറ്റ് ആണെങ്കിലും ശരി, അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ഇവരുടെ ഡെപ്റ്റിന്റെ പ്രത്യേകത എന്താ? AAA റേറ്റിംഗ് ബൈ ക്രൈസിൽ, ഇക്ര, കെയർ 3 റേറ്റിംഗ് ഏജൻസിയും AAA റേറ്റിംഗ്. ആ AAA റേറ്റിംഗ് ഇവരുടെ ഈ NCDക്ക് കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? അതായത് കമ്പനി ഹാസ് പൊട്ടൻഷ്യൽ ടു പേ ദാറ്റ് ഇൻട്രസ്റ്റ്. അതാണ്, അതായത് അതിന്റെ ക്യാഷ് ഫ്ലോ കൊണ്ട് തന്നെ അവർക്ക് ഇത് മീറ്റ് ചെയ്യാം എന്നുള്ള. അപ്പോൾ അഡാനിയുടെ ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുകയാണെന്ന് വെച്ചാൽ കമ്പനി ഇപ്പൊ എന്താ മനസ്സിലാക്കി, ഇനി ഭാവിയിലുള്ള ക്യാഷ് ഫ്ലോ ഞങ്ങൾ കപ്പാസിറ്റി ഒക്കെ ചെയ്തു, ഇനിയും കപ്പാസിറ്റി ചെയ്യണം. ഭാവിയിൽ കമ്പനിക്ക് തിരിച്ചു കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റും കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ AAA റേറ്റിംഗ് എന്ന് വെച്ച് അർത്ഥം വരുന്നത്. അങ്ങനത്തെ രീതിയിൽ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പോസിറ്റീവാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവാണ്. ഞാൻ ഇത് എന്തുകൊണ്ട് സ്പെഷ്യലായിട്ട് ജാസ്മിൻ ഇത് ചോദിച്ചപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ല. ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത് ഷെയർ വഴി, ഇപ്പൊ ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് എന്താണെന്നറിയോ? കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണ്ട. കാര്യം ലോ കോസ്റ്റ് ആണ് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. കാര്യം ഷെയർ ഹോൾഡേഴ്സ് കൂടും, പക്ഷെ നമുക്ക് മാസം തോറും ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട്
എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും അഡാനി അതുവഴി പോയില്ല എന്നുള്ളത് സ്വാഗതാർഹമാണ്. രണ്ടാമത് പുതിയതായിട്ട് ബാങ്കിൽ നിന്ന് കോർപ്പറേറ്റ് ലോൺ എടുത്തില്ല, പകരം NCD ഇഷ്യൂ ചെയ്ത് 7.75 കോസ്റ്റ് നിർത്തിയിട്ട് അവർ ഈ ഉള്ള വലിയ ഹൈ കോസ്റ്റ് ഡെപ്റ്റ് തന്നെ റെഡ്യൂസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാന്നുള്ള ഒരു ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി മൂവ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതെന്ന് മാത്രം. ഇതിന്റെ കൂടെ ചേർന്ന് ഒരു കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കണം കേട്ടോ. അഡാനിയുടെ അലോഗേഷനിൽ മാധവി സെബിയുടെ ചെയർമാൻ മാധവി ഭൂഷൺ ഒരു ചെറിയൊരു അലഗേഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ലോക്പാൽ ഇപ്പൊ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ആ അലഗേഷൻസ് ഒക്കെ വെറും ബേസ്ലെസ് ആണെന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞു എന്നുള്ള പോസിറ്റീവ് ന്യൂസും കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരുന്നു ആ ചാർജ്. അപ്പൊ ഹിൻഡൻബർഗ് പോലെയുള്ള ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ എന്താ പറയുക റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എവിടുന്നോ നിന്ന് ആകാശത്ത് ഷൂട്ട് ചെയ്യുന്ന, അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരെ കോടതിയിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. ഇത് അതില്ലല്ലോ, അവർ വേറെ ഏതോ ലീഗൽ ജൂറിസ്ഡിക്ഷനിലാണ് അവർ ഇരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഈ പറയുന്ന പോലെ ഉണ്ടയില്ല വെടിവെക്കുന്നതും കൂടെ ഇവിടെ താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.